തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം. 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. ചെറുതുരുത്തിയിൽ തൊഴിലുറപ്പിൽ നിന്നും മാറ്റി നിർത്തിയതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് 63-കാരിയായ വീട്ടമ്മ. വളത്തൊന്നക ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഊരത്ത് പടിക്കൽ കൃഷ്ണന്റെ ഭാര്യ 63 വയസ്സുള്ള ലളിതയാണ് പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ തൊഴിലുറപ്പ് പണി 4 വർഷമായി നിഷേധിക്കുന്നതായി പരാതി. ചെറുതുരുത്തി ഊരത്ത് പടിക്കൽ കൃഷ്ണന്റെ ഭാര്യ 63 വയസ്സുള്ള ലളിതയാണ് പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചത്. 2021 ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് മെമ്പറും ADS-ഉം തൊഴിൽ നിഷേധിക്കുന്നതായും 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികളെ തൊഴിലുറപ്പ് പണിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായും പരാതി. കനാൽ പുറമ്പോക്കിൽ സീറ്റിൽ മേഞ്ഞ കൊച്ചുകുടിലിൽ താമസിക്കുന്ന ലളിതയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ട സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ കഷ്ടത അനുഭവിക്കുകയാണ്. ജീവിതത്തിന് ആവശ്യമായ മരുന്നിനും ഭക്ഷണത്തിനും പണമില്ലെന്നും തൊഴിലുറപ്പ് കൂടി നിഷേധിച്ചത് ഏക ആശ്രയം പെൻഷൻ മാത്രമാണെന്നും ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്നും ലളിത VCV ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിൽ 4-ാം വാർഡിലാണ് പണിയണത്. എൻ്റെ ADS ഇന്നലെ മേഡാണ്, പിന്നെ മെമ്പർ ഗിരീഷാണ്. തൊഴിലുറപ്പ് പണിയിൽ എനിക്ക് പണി തരാൻ പറ്റാത്ത കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനായിട്ട് തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ 19 പണി ചോദിച്ചു പരാതി സെക്രട്ടറിക്ക് കൊടുത്തു എന്നുള്ള പേരിലാണ് പണി തരാത്തതെന്നാണ് എൻ്റെ അറിവിൽ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് പുസ്തകം സെക്രട്ടറിയോടൊക്കെ പറഞ്ഞിട്ട് പുസ്തകം വന്നിട്ട് ഒരു 20 പണി 25 പണി മറ്റും ഞാൻ എടുത്തിട്ടുണ്ട് 2021 വരെ. പിന്നെ എനിക്ക് പണിയില്ല, എനിക്ക് പണി തിരിച്ചു കിട്ടും വേണം, അല്ലെങ്കിൽ ഇതേവരെ പണിതതിൻ്റെ വേതനം കിട്ടും. 2006 മുതൽ തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്നും 2019 ശേഷം വിരലിലെണ്ണാവുന്ന തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചതെന്നും 2022 ശേഷം പൂർണ്ണമായി തൊഴിൽ നിഷേധിച്ചതായും ലളിത പറയുന്നു. മുൻപ് പണിത 19 പണികളുടെ പൈസ നൽകാനുണ്ടെന്നും പഞ്ചായത്ത് മെമ്പറും ADS ഇന്ദിര ഉൾപ്പെടെയുള്ളവർ അതിന് തടസ്സമായി നിൽക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു. 19 പണിയെടുത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് 2021 ഞാനിതാ 9/4/2021 31 പണിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പണിയെടുത്തത്. ഇപ്പോൾ 2025 ഇതേവരെ ഞാൻ പണിയെടുത്തിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ജീവിക്കും? ഈ ഒരു പെൻഷൻ ഉണ്ടോ ഒരു സ്ത്രീക്ക് ജീവിക്കാനുള്ളത്? ഇതിപ്പോൾ മഴ പെയ്ത ചോർന്നിട്ട് ഇതായിട്ടായിരിക്കണം മരത്തിൻ്റെ കൊമ്പിട്ട്. അതറിയോ, മുകളിലേക്ക് കയറി അടിക്കാനുള്ള സമയം കിട്ടിയില്ല, പറ്റിയില്ല. അത് കാരണം കൊണ്ട് മുകളിൽ കയറി അടിക്കണം, അത് പറ്റിയില്ല. വീടിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി കക്കൂസിനും പലതവണ അപേക്ഷ നൽകിയെങ്കിലും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനുകൂല നടപടികളും ഉണ്ടായില്ലെന്നും പരാതിയിൽ പറയുന്നു. ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് വീടെന്നും ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി നൽകണമെന്നും വീട് അനുവദിക്കണമെന്നും തൊഴിലുറപ്പിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നുമാണ് 62 വയസ്സുള്ള ലളിതയുടെ ആവശ്യം. തൊഴിലുറപ്പിൽ തന്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ 60 വയസ്സ് കഴിഞ്ഞതിനാൽ 5ഓളം പേരെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് ലളിത പറഞ്ഞു. വാർത്ത പുറത്തു പറഞ്ഞാൽ തനിച്ച് താമസിക്കുന്ന ലളിതയ്ക്ക് നേരെ അക്രമം ഉണ്ടാകുമോ എന്ന ഭയവും അവർ പങ്കുവച്ചു. ഇനിയും നീതി ലഭിച്ചില്ലെങ്കിൽ ജില്ലാ കളക്ടറെ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ലളിത. എൻ്റെ അടുത്ത് ചോദിച്ച ADS മെമ്പർ നിൽക്കുന്നുണ്ടായിരുന്നു. മെമ്പർ ADS പണിക്കാർ നിൽക്കുമ്പോൾ എൻ്റെ നാവ് ഒന്നല്ല കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കിട്ടാത്തേ പറഞ്ഞു. മെമ്പർക്ക് ആൾക്കാരെ ഈ വാർഡിലുള്ളവരുടെ നാവ് നന്നാക്കാൻ പറ്റും. സ്വയം നന്നാവാൻ നോക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റും. നാട്ടുകാരെ ആവുന്നൊക്കെ പറ്റും. അതിൻ്റെ ശേഷം ഇതേവരെ എനിക്ക് ഒരു തൊഴിലുറപ്പ് പണി എനിക്ക് തന്നിട്ടില്ല. ഇതിപ്പോൾ വന്നിട്ട് 21 വന്ന് 25 വന്ന 6 കൊല്ലം ആവാറായി. ഇതേവരെ എനിക്ക് പണി തന്നിട്ടില്ല. എന്നാൽ പുറത്തും എനിക്ക് പണിക്ക് പോകാൻ പാടില്ല. അതിൽ യൂണിയൻ്റെ കാറിലോ ഹരിതകേരളത്തിലോ വീട്ടുപണി എന്തെങ്കിലും പോവാം, എവിടെ പോവാച്ചാലും അതൊക്കെ തടഞ്ഞു വയ്ക്കും. എന്നെ പറ്റി അസഭ്യം പറഞ്ഞു. അത് പറ്റില്ല. എനിക്ക് ചെറുതുരുത്തി പഞ്ചായത്തിൽ പണിക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പഞ്ചായത്ത് എന്തിനും. VCV ന്യൂസ്, ചെറുതുരുത്തി. You are watching VCV News.